തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ പഞ്ചായത്ത് പരീക്ഷണം മുന്നണികൾക്ക് അതിനിർണായകമാണ്. ഉഭയകക്ഷി ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സജീവമായി കഴിഞ്ഞു. ഏറെ നിർണായകമായ കോർപ്പറേഷനുകൾ പിടിക്കാൻ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കാനാണ് മുന്നണികളുടെ നീക്കം. തലസ്ഥാനം ആര് പിടിക്കുമെന്നതാണ് ഏറെ ശ്രദ്ധേയം. മുൻ MLA KS ശബരിനാഥനെ ഉൾപ്പെടെ മത്സരരംഗത്തിറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി മേയർ സ്ഥാനത്തെത്തിയ ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ല. മേയർ സ്ഥാനാർത്ഥിയായി ജില്ലാ കമ്മിറ്റി അംഗം SP ദീപകിനെ ഇറക്കി കളം പിടിക്കാനാണ് LDFന്റെ നീക്കം. അതേസമയം അട്ടിമറിയാണ് BJP ലക്ഷ്യമിടുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രചാരണം നയിക്കും. റോഷിപാലും സുനിഷ അയ്യലൂരും ചേരുന്നു നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് ഈവനിംഗ് ഗായ്സ്. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, ഇത്തവണ ഭരണം പിടിക്കാൻ ഉറപ്പിച്ചാണ് BJP ഇറങ്ങുന്നത്. അതേസമയം വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് LDF നിൽക്കുമ്പോൾ UDFന് നില മെച്ചപ്പെടുത്തിയേ പറ്റൂ. ആരെയൊക്കെ കളത്തിലിറക്കി അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ കളം പിടിക്കാനാണ് UDF ശ്രമിക്കുന്നത്? BJPയുടെ തന്ത്രങ്ങൾ എന്താ? സുജയ, ഒന്ന് വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ UDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. മുൻകൂട്ടി തന്നെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് KM മുരളീധരന് ചുമതല നൽകി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങി. ഒന്ന്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം നടത്തുക എന്ന ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി തുടർച്ചയായ ചർച്ചകളാണ്. ഇതാണ് 36 സ്ഥാനാർത്ഥികളെങ്കിലും പ്രാഥമികമായി കണ്ടെത്തി കഴിഞ്ഞു. പ്രഖ്യാപനം ഏറെ താമസിയാതെ തന്നെ ഉണ്ടാകുമെന്ന് കണക്കൂട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം മുൻ MLA കൂടിയായ KS ശബരിനാഥനാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ S നായർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട യുവ നേതാക്കളെ അടക്കം കളത്തിലിറക്കി തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഒരു അട്ടിമറിയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഈ തവണ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയൂ എന്നാണ് ഒരു പൊതുവിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കൾ തന്നെ ചുമതലയെടുത്ത് പ്രചാരണം ഏകോപനം മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം മുതിർന്ന നേതാക്കൾ ഇടപെടുന്നതും വലിയ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഇതിനൊപ്പം തന്നെയാണ് ബിജെപിയും സമാനമായ രീതിയിൽ തന്നെ ഈ തവണ അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മേൽനോട്ടം. ഈ പ്രചാരണത്തിന്റെയും സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും ഒക്കെ വളരെ നേരത്തെ തന്നെ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് BJP തലസ്ഥാനത്ത്. അതുകൊണ്ട് ഈ തവണ എങ്ങനെയായാലും ശബരിനാഥനെ ബന്ധപ്പെട്ടിരുന്നോ? അതായത് കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കാൻ പോവുകയാണ്. അതായത് ഇന്ന് തന്നെ കോൺഗ്രസിന്റെ ശബരിനാഥൻ അടങ്ങുന്ന ആദ്യഘട്ട പട്ടിക വരാൻ പോകുന്നുവെന്ന് കേൾക്കുന്നു. സുജയ, അതിനുള്ള സാധ്യതയുണ്ട്. കാരണം അല്പസമയത്തിനകം തന്നെ KM മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇതുവരെ കണ്ടെത്തിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുക എന്നതാണ് കോൺഗ്രസ് കുറച്ചു കാലമായി അവലംബിക്കുന്ന രീതി. സമാനമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആലോചിക്കുന്നുണ്ട്. ഈ തവണ റിബൽ ശല്യം ഉണ്ടാകില്ല എന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഒരു പട്ടിക, അത് മുഴുവനാകണമെന്നില്ല, എന്തായാലും കണ്ടെത്തിക്കഴിഞ്ഞ സ്ഥാനാർത്ഥികളെ ഉടനെ പ്രഖ്യാപിക്കുക, അവർക്ക് പ്രവർത്തനം തുടങ്ങാനുള്ള അവസരം നൽകുക. മുരളീധരൻ വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്ത് പറയാനാണ്? KS ശബരിനാഥന്റെ പേരടക്കം പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ BJPയുടെ കണക്കുകൂട്ടലുകളും ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നത് തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുക. സുനിഷ അയ്യലൂർ നമുക്കൊപ്പമുണ്ട്. സുനിഷ അയ്യലൂർ, അപ്പുറത്തുള്ള രണ്ട് കൂട്ടരും കഴിഞ്ഞ തവണത്തേക്കാൾ കരുത്തുകൂട്ടാൻ നിൽക്കുകയാണ്. UDFും അതോടൊപ്പം തന്നെ BJPയും. LDFന് ഇത്തവണ ആശങ്കയുണ്ടോ? സിറ്റിംഗ് മേയറെ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്? SP ദീപകിലേക്ക് പേരെത്തിയത് എങ്ങനെയാണ്? സുജയ, പ്രധാനപ്പെട്ട കാര്യം തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് സ്വാഭാവികമായും 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും അഭിമാന പോരാട്ടമാണ്. പക്ഷേ ഇടതു മുന്നണി നിലവിൽ പറയുന്നത് അത്തരത്തിൽ മാറ്റാനുള്ള സാധ്യത, അത് വിജയസാധ്യത മുന്നിൽ കണ്ടതുകൊണ്ടല്ല. പക്ഷേ വിജയം ഏതായാലും ആര് മേയർ സ്ഥാനാർത്ഥിയായി എത്തിയാലും വിജയം ഉറപ്പാണ് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത് എന്നുള്ളതാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പിലടക്കം BJPയുടെ സിറ്റിംഗ് വാർഡ് പോലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDFന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മേയർ ആര്യ രാജേന്ദ്രൻ ഏതായാലും ഇത്തവണ മത്സരത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പകരം CPM മുന്നോട്ടേക്ക് വെക്കുന്ന മേയർ സ്ഥാനാർത്ഥി, അത് ജില്ലാ കമ്മിറ്റി, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന SP ദീപകാണ്. ജില്ലാ കമ്മിറ്റി അംഗമായ SP ദീപകാണ്. അതുവരെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാരണം SFI ആയും DYFI ആയും ഒക്കെ തന്നെയും ഈ നഗരത്തിൽ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ദീപക് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിനറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ കൃത്യമായും മേയർ സ്ഥാനാർത്ഥിയാകാൻ അല്ലെങ്കിൽ മേയർ ആകാൻ ഏറ്റവും മികച്ചത് ദീപകാണ് എന്നൊരു വിലയിരുത്തൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പേരായി ഉയർന്നത് അത് മുൻ MP ആയിരുന്ന സമ്പത്തിൻ്റെതാണ്. പ്രധാനമായും കോൺഗ്രസും BJPയും അടക്കം മുതിർന്ന നേതാക്കളെ വെച്ചുകൊണ്ട്
ഈ പ്രചരണം ശക്തിപ്പെടുത്തുകയും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം തന്നെ വഹിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ മുതിർന്ന ഒരു നേതാവിനെ തന്നെ ഇത്തരത്തിൽ മേയർ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഏത് വാർഡിലേക്ക് എന്ന തരത്തിലൊക്കെ ആലോചനകൾ ഒരു വശത്ത് നടക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ CPM ഏതായാലും വാർഡ് തലത്തിൽ വിജയസാധ്യതയുള്ള എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര് വിവരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വാർഡുകളിൽ ചില മാറ്റം വന്നതോടുകൂടി LDF-ലെ ഘടകകക്ഷികളുമായുള്ള ചർച്ചയാണ് നിലവിൽ നടക്കുന്നത്. ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർമാരൊക്കെ തന്നെയും ഇത്തവണ ഉണ്ടാകുമെന്നത് കൂടി മനസ്സിലാക്കുന്നു. പക്ഷേ മേയർ സ്ഥാനത്ത് ഏതായാലും ദീപക്കിനാണ് കൂടുതൽ പരിഗണന നൽകുന്നത്. സുജയ, ശരി, അങ്ങനെ SP ദീപകിനെ മുൻനിർത്തിക്കൊണ്ട് കോർപ്പറേഷൻ നിലനിർത്താൻ LDF ശ്രമിക്കുമ്പോൾ ഇത്തവണ ഭരണം പിടിക്കും എന്ന് ഉറപ്പിച്ചാണ് BJP-യും അതുപോലെ തന്നെ UDF-ഉം നീങ്ങുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് നില മെച്ചപ്പെടുത്തുക, അത് പ്രാഥമികമായും കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ വലിയ തകർച്ച നേരിട്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ KS ശബരിനാഥൻ എന്ന ട്രംപ് കാർഡ് ഇറക്കാൻ പോവുകയാണ്. KPCC ജനറൽ സെക്രട്ടറി KS ശബരിനാഥൻ മുൻ MLA ആണ്. അപ്പോൾ ശബരിനാഥൻ അടക്കമുള്ളവരുടെ പേരുകളാണോ കോൺഗ്രസ് പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ വരാൻ പോകുന്നത്? അതറിയാൻ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമുക്ക് ആ പട്ടികയുടെ വിവരങ്ങൾക്കായി വീണ്ടും എത്താം റോഷിമാലിലേക്കും സുനിഷയിലേക്കും.